അന്തോൻ ചേട്ടന്റെ അടുത്താണ് വഴി. അവിടെ നിന്നാണ് ഞങ്ങൾ നടന്ന് പോണ. അപ്പോൾ എന്റെ കൂട്ടുകാരന്റെ വീട് ഈ വഴിക്കൂടെയാണ് ഞാൻ അങ്കൻവാടിയിൽ പോയത്. ഇപ്പൊ ഞാൻ വെള്ളച്ചാട്ടാ കാണാൻ പോണ. എന്നിട്ട് ഞാൻ വെള്ളച്ചാട്ടിൽ എത്താൻ പോയിക്കൊണ്ടേയിരുന്നു. അപ്പൊ അവനാണ് ഞാൻ മുന്നില്. ഞാനും കാണാൻ ഇതുപോലെയാണ് അഞ്ഞ കാടില് കാണിച്ചത്. ഇത് ഞങ്ങൾ അപ്പാപ്പന്റെ കൂടെയാണ്. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, വെള്ളം കുറച്ച് കുറഞ്ഞുണ്ട്. അപ്പൊ അതാണ് അവൻ പഠിച്ച അംഗൻവാടി ട്ടോ. ഇതാണ് സെന്ററിലാണ് വെള്ളം നിക്കണ്ടായിരുന്നത്. ഇവിടൊക്കെ കുണ്ടും കുഴിയാട്ടോ. അവിടൊക്കെ വെള്ളം ഇങ്ങനെ കേറി നിൽക്കുന്നുണ്ട്. ഇത് അവന് ഇഷ്ടപ്പെട്ട ജീപ്പാണ്. അപ്പൊ അവൻ അതിനെ നോക്കി നിക്കണ്ട് കേട്ടോ. ഞാൻ അവിടെ നിക്കണ്ട്. പിന്നെ ഇത്തിരി വെള്ളം ഇവിടേക്ക് ഇങ്ങനെ അതേ കണ്ടില്ലേ, ഇത്തിരി വെള്ളമായിട്ടുണ്ട്. പിന്നെ ചാലിലേക്ക് ഇങ്ങനെ കൊറേ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് 2 വീലർക്ക് കടക്കാൻ പറ്റില്ല. അപ്പം അവര് വളച്ച് പോകുന്നുണ്ട്. നടക്കാം, പക്ഷെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല 2 വീലർ കൊണ്ട്. ഇവിടെ നല്ല ഇതാട്ടോ വെള്ളാണ്. പാലത്തിന്റെ അവിടേക്ക് നല്ല വെള്ളാണ്. അതുകൊണ്ട് അവിടേക്ക് കടക്കാൻ പറ്റില്ല. ഇവിടെ മാത്രമേ നടത്തുള്ളൂ കേട്ടോ. പിന്നെ വല്ല ഷോർട്ട് കട്ട് എടുത്തൊക്കെ വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട്. അതായത് ഞങ്ങളവിടെ നിക്കണതാട്ടോ ഞാൻ കാണിച്ചു തരണേ. പിന്നെ ലോറി വന്നിട്ട് പോയപ്പോ കടല് പോലെല്ലാം വെള്ളം, ഇത്തിരിയൊക്കെ വെള്ളം ഞങ്ങളുടെ മേത്തേക്ക് കളിച്ചോട്ടോ. അപ്പൊ എന്റെ ഫോണമ്മയ്ക്ക് വെള്ളായി. അത് ഞാൻ തുടക്കാൻ കണ്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് അല്ലേ, അവിടെ വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ നേരം ഞങ്ങൾ കുറച്ചുപേരൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മള് പോവാട്ടോ. അപ്പൊ ആ വഴിക്കൂടെ തന്നെയാണ് നമ്മൾ പോണ. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടാണ്. ഇതൊരു ബേക്കറി ആട്ടോ. ആ ഒരു ബേക്കറി അടച്ചിട്ടേക്കാണ്. എന്താണെന്ന് കേട്ടോ. അവന്റെ അപ്പന്റെ മേത്തേക്ക് ഒരു വണ്ടി തെറിപ്പിച്ചു, വെള്ളം തെറിപ്പിച്ചപ്പോ അതിന്റെ വേണ്ടി അവൻ നിക്കാട്ടോ. പിന്നെ അവനോട് ഒരു ചേട്ടൻ ചോദിച്ചു നീന്തോടേന്ന് ആ ഒരു വെള്ളത്തിൽ. അവൻ പറഞ്ഞു ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതേ വീണ്ടും അംഗൻവാടിന്റെ അവിടെ എത്തി. നമ്മൾ പോയിക്കൊണ്ടിരിക്കാട്ടോ. ഇവിടുന്ന് നല്ല ശാന്തതയാണ് കേട്ടോ. ഇവിടെ അത്ര ആൾക്കാരൊന്നും പോണില്ല. ഇവിടെ ആയിട്ടാണ് മമ്മിയുടെ കുടുംബശ്രീത്തെ ചേച്ചിമാരുടെ ഒക്കെ ചില വീടുകൾ ഇവിടെയൊക്കെ ആയിട്ടാട്ടോ. പിന്നെ ബെന്നിച്ചാന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ 2 വീടാണ്. ഇതും ആ ബെന്നിച്ചാന്റെ വീട് തന്നെയാട്ടോ. വേറെ വീട്ടിലാണ് ഞാൻ അങ്ങോട്ട് പേരിട്ടു. ഇടയ്ക്ക് സമയത്ത് അപ്പാപ്പൻ പറഞ്ഞാട്ടോ ഞങ്ങളുടെ അടുത്ത്. ഈ ആന്റപ്പൻ ചോദിക്കുകയാണ് ഈ വണ്ടിയുടെ സൈലൻസർ കേടായോന്ന്. ഇത് അവിടെ പൊളിച്ചിട്ട് ഇട്ടേക്കണത് ഞാൻ ചോദിച്ചേട്ടോ. എന്നിട്ട് അവൻ ചാടിയൊക്കെ പോവുണ്ട്. വീടെത്താറായി നാം വിചാരിച്ചിട്ട് ചാടിയൊക്കെ പോണേ. പിന്നെ ആ ഇലയുടെ അപ്പുറത്തേക്ക് ചാടണതാണ് അവൻ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കണ കേട്ടോ. അവൻ പോണത് ഒരു പൂച്ചേനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ആയിട്ടൊരു പൂച്ച ഉണ്ടായിരുന്നു. അവിടെ നിൽക്കണ കണ്ടോ നിങ്ങള്, ഓടണ കണ്ട? ആ പൂച്ചേന്റെ കൂടെയാണ് ഇവൻ ഈ പിന്നാലെ ഓടണത് കേട്ടോ. നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെളിയും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാരും സൂക്ഷിച്ചു വേണം നടക്കാൻ. ഞങ്ങൾ വഴിക്ക് തെന്നി വീഴുട്ടോ. ഈ പൂച്ച ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അന്തോണിച്ചേന്റെ കടയിലൊക്കെ എത്തിയിട്ടേ അവനെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ ആ സൈഡിൽ കൂടെ പോയിട്ട് ഇത്തിരി നീങ്ങിട്ടാട്ടോ നമ്മൾ ക്രോസ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസിയാന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയുടെ വീടാട്ടോ അത്. അവള് ട്യൂഷന് പോകുന്നുണ്ട്. വേറൊരു വീട്ടിലേക്കാണ് പോണത് കേട്ടോ. അങ്ങനെ അവൻ വീടെത്താൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണതേ. വീടെത്തി. ആ വീട്ടിലേക്ക് ഓടിപ്പോവാണ് കേട്ടോ. വൈകുന്നേരത്തെ ആടലും ഇങ്ങനെ നടന്നു പോവാട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ്. അവൻ അപ്പത്തോടെ വരും, ഞാൻ ഇപ്പത്തോടെ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പത്തോടെ വന്നു. അവൻ ഇപ്പത്തോടെ വന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയില് കാണാൻ.